ഹലോ മൈ ഗൈസ്, ഇന്നോർക്കത് നീച്ചിന് തന്നെ വൈകുന്നേരത്തെ 5 മണിത്തെ സൂര്യോദയം കണ്ടു. വെൽക്കം ടു പെരുന്നാൾ തലേന്നത്തെ വ്ളോഗ്. പേശട്ടിന്റെ അമ്മയും കൂടി നാളത്തെ പെരുന്നാൾക്കില്ല ഉള്ളി തൊളിച്ചല്ലോ. പാപ്പാന്റെ വായക്കോലാണെങ്കിൽ അടുക്കളയിൽ നിന്നാടും. നമുക്കാണെങ്കിൽ ഒരു കണ്ടന്റ് കിട്ടാൻ പെരന്റെ 4 പുറം പരക്കം പായും. ബോബന് മോളിത്തെ പോലെ ചെറുക്കനാണെങ്കിൽ പിന്നാലെ കുറച്ചേരപ്പം ഡോമല്ല വാദം വന്ന മാതിരി നടത്തും. സംഭവം എന്താ നോക്കുമ്പോ കാലമേൽ എന്തോ ഒട്ടിപ്പിടിച്ച് കാണും. നമുക്ക് അങ്ങനെ ബോറടിച്ചിരുന്നപ്പോ നല്ല ഹാപ്പി ആയിട്ടിരുന്ന കുട്ടികളെ പോയിട്ടാണ് കരിപ്പിച്ചു. കുറച്ചേരം പളിയന്റെ പെങ്ങളി എക്സ്പെരിമെന്റ് ഏതോ ബായുടെ എടുത്തിരുന്നിട്ട് മുടിയെട്ടിട്ട് ആകെ കജ്ജിന്ന് പളി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചേരം ഞാൻ എന്റെ അസിസ്റ്റൻസിനെ വെച്ചിട്ട് ഞാൻ കുറച്ചേരം മസാജ് ഒക്കെ ചെയ്യും. ഇവർ എന്നെ നല്ല കാര്യമാട്ടോ. എന്റെ 24 മണിക്കൂറുണ്ട്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ക്ലബിന്റെ അവിടെ ഇറങ്ങി. ഇവിടെ എല്ലാവരും പൊന്തക്കോളാണ്. ഈ കാണുന്ന ബിവറേജ് അല്ല, പെരുന്നാൾ തലേന്ന് മാത്രം ഇറച്ചിക്കടയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം തിരക്ക്. പെരുന്നാളായി കഴിഞ്ഞാൽ MLA-നേക്കാൾ തിരക്കുള്ള 2 വ്യക്തികളാണ്. ഒന്ന് ബാർബർ, ഒന്ന് ടൈലർ. പെട്ടെന്നുണ്ടായ ഒരു മൂടാണ്. എല്ലാ പ്ലാനുകളും ഒഴിവാക്കിയിട്ട് ആട് തിരിയാണ്. നേരാണെങ്കിൽ വെക്കിയിട്ട് അങ്ങേത്തലൊക്കെ എത്തി. അതിന്റെ ഇടയിൽ പണ്ടാറടങ്ങാനായിട്ട് റെയിൽവേ ഗേറ്റ് ആണ്. കറക്റ്റ് സമയത്ത് എത്തൂലെന്നില്ല 150% ഉറപ്പ്. ഗേറ്റ് തുറന്നപ്പോ നമ്മൾ ട്രാക്കാണ് മാറ്റി. ഓന്റെ കാട്ടിക്കൂട്ടലങ്ങനെ കണ്ടാ തോന്നും വണ്ടി 150 പോകും. പക്ഷെ 40 മുകൾക്കാണ് പൊന്തിച്ചു. അങ്ങനെ നമ്മൾ പട്ടാമ്പി എത്തിയ പാടന്നെ പട്ടാമ്പിക്കാർ വാണു പറയാതിരിക്കാൻ വയ്യട്ടോ. പട്ടാമ്പിക്കാരെ വാണം, അതൊരു 1.5 വാണം. പട്ടാമ്പിൽ ഏറ്റവും അടിപൊളിയായിട്ട് വാണം പറഞ്ഞ ചങ്കിനെ ഇവിടെ മനസ്സിലായി. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ തിയേറ്ററിൽ എത്തി കണ്ട് ആട് 3 കണ്ടു. അങ്ങനെ നമ്മൾ ഒരു കുട്ടൻ ബിരിയാണി തിന്ന് ഡ്രസ് എടുത്ത് പെരി പോയി. അപ്പൊ ബാക്കി നാളെ